ഒരു കാനഡക്കാരൻ. അവരെപ്പോഴാന്ന് വെച്ചാൽ വരട്ടെ. വന്ന് കണ്ടാലും നമ്മളെയൊക്കെ ഇഷ്ടമുണ്ട്. അപ്പൻ്റെ ഒരു വേണ്ടാത്ത മോഹങ്ങൾ. ഞാൻ പിന്നെ വിളിക്കാവേ. ചേട്ടാ ഒന്ന് മാറി. പതുക്കെ തിന്നാനും സമ്മതിക്കില്ല. ഹലോ. എടാ ക്രിയേഷേ. ആ ബോസാ, ഇതേതാ നമ്പർ? എടാ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റാ? ഞാനിവിടെ സഹകരണ ആശുപത്രിയില്ല. ദൈവമേ, എന്തെങ്കിലും പറ്റിയ? കുഴപ്പമൊന്നുമില്ല. ആ ഞാൻ ഉടനെ വരാം. അതെ, നമ്മുടെ ബൈക്ക് ആ കാഞ്ഞിരക്കുല്ലി കവലയിലിരിക്കുക. നീ അതൊന്നും എടുത്ത് വർക്ക്ഷോപ്പിലെത്തിക്ക. അല്ല, അപ്പം അത് കേസാക്കണ്ടേ? ആ, ഒരു കേസും ആക്കണ്ട. ആ, ഞാൻ പറയുന്ന ചെയ്താൽ മതി. ശരി. ശരി. ദാ താങ്ക്സ്. സൂക്ഷിച്ചു. ശരി. വേദനയുണ്ടോ? വേദനയൊന്നുമില്ല. പക്ഷെ എൻ്റെ ബുള്ളറ്റിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴ അതിൻ്റെ ഹാൻഡിൽ ഒരു ഒടിഞ്ഞു കിടക്കുക. വണ്ടിയല്ലേ, അത് ശരിയാക്കി എടുക്കാലോ. നിങ്ങൾക്ക് കൂടുതലൊന്നും പറ്റാതിരുന്ന ഭാഗ്യമായി. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? സിഗ്നലൊക്കെ ഒന്ന് നേരത്തെ ഇട്ടൂടെ? ഫോണിൽ സംസാരിച്ച് സിഗ്നൽ ഇടാൻ മറന്നുപോയി. സോറി. സോറി. എന്നെ മനസ്സിലായോ? ഇതിൽ കൂടുതൽ എന്ത് മനസ്സിലാക്കാം? ഒന്ന് ഓർത്ത് നോക്ക്. ആരാ? എൻ്റെ പേര് ലിൻഡ. എന്നെ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്ന ചേട്ടനാ. 4-5 വർഷമായി. ഓർക്കുന്നുണ്ടോ? 10-60 പെണ്ണ് കണ്ട ഞാനിങ്ങനെ ഓർക്കാനോ? സിസ്റ്റർ ഇന്ന് ഡ്യൂട്ടിക്ക് കയറുന്നില്ലേ? ഇല്ല സിസ്റ്ററെ, ഞാൻ ഇന്ന് ലീവാ. ഇങ്ങതാ സിസ്റ്ററെ, ഞാൻ എടുക്കാം. അവിടെയല്ല, ബട്ടക്സില. അവിടെ തന്നെ വേണോ? ഒന്ന് ചെരിഞ്ഞ് കയ്യിലെടുത്താ പോരെ? ചെറിയേ. പതുക്കെ പതുക്കെ. കുഴപ്പമൊന്നുമില്ല പൊന്നമ്മച്ചി, ചെറിയൊരു ആക്സിഡന്റ്. ഇവിടെ വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിക്കണ്ടേ മോനെ? ഞാൻ ശ്രദ്ധിച്ചതാ അമ്മച്ചി. ഒരുത്തൻ റോങ് സൈഡ് കയറി വന്നതാ. ഏതവനായാലും അവ മുടിഞ്ഞു പോകത്തേ ഉള്ളു, അല്ലയോ മോളെ? ഞാൻ ഈ കൊച്ചിനെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഞാൻ എന്നാ പിന്നെ വരാം. ഞാൻ പെണ്ണുണ്ടോ ഒച്ചമ്മേ? ആ, നല്ല കൊച്ചല്ലേടാ. നീ എന്താ വേണ്ടെന്ന് വെച്ചേ? അല്ല, എന്നാ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഈ തൊഴിലുറപ്പ് പണിയെടുത്ത അവളെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ. ഇവനിവളെ ഇഷ്ടായ സ്ഥിതിക്ക് വേറൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. ജോലി ശരിയാക്കിയിട്ട് ഞങ്ങൾ ഇവളെ കാനഡയിൽ കൊണ്ടുപോകും. എന്നാലും നിങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. മോളെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് തന്നാ മതി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ വരട്ടെ. ആയിക്കോട്ടെ. മനോരേട്ടാ, മോളുടെ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാ. നാളെ അടച്ചില്ല തന്നെ അവന്മാർ തൂക്കിയല്ലോ. ഉണ്ടാമൗണ്ട് അടയ്ക്കും. മനുഷ്യരുടെ കാശില്ലാതെ നട്ടം തിരിക എന്നപ്പോഴാ. അതെങ്ങനാ? ഇവന്റെ കൈ ഒടിഞ്ഞിട്ട് 2 ആഴ്ചയല്ലോ ഈ സ്കൂളിൽ പോയിട്ട്. പിന്നെ എന്ത് പഠിപ്പിച്ചിട്ടാ ഇവന്മാർക്ക് ഫീസ് കൊടുക്കണ്ടേ? എന്ന് വെച്ചാ എങ്ങനെയാ? പിന്നെ ഞാൻ എന്നാ പറഞ്ഞു? എന്തോ നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ചൂടുവെള്ളം. അതെ, നന്നായിട്ട് തിളപ്പിച്ചോ. നല്ല ചൂട് വേണം. മക്കള് കഴിച്ചോ? കഴിച്ചോ?
ഹലോ എന്താ കേക്കറേ? എനിക്കൊരു 10,000 രൂപ തരുമോ? ആ തരാലോ. ഒരു കല്യാണം ഉണ്ടായിരുന്നു. പോകുമ്പോ എങ്ങനെയാ വെറും കൈയോടുകൂടി പോകുന്നേ? പാടില്ല പാടില്ല, വെറുതെ പോകാനേ പാടില്ല. കല്യാണത്തിന് പോകുന്നതല്ലേ, അതുകൊണ്ടൊന്ന് ബ്യൂട്ടി പാർലറിലും കയറണം. അതെന്തായാലും കയറണം. സുന്ദരി കുട്ടിയായിട്ട് മടോണ പോകാവൂ. പൈസ ഞാൻ ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യാം. ശരി മനോഹരേട്ടാ. ഓ ആയിക്കോട്ടെ. ഓ വച്ചോ. എടി വെള്ളം ചൂടാക്കിയോ? എന്താ ഇത്? ഈ CD-യുടെ പിക്കപ്പ് കോയിൽ വരെ ഇതിനകത്തോണ്ട് കുത്തുന്നേ? അല്ല ഞാൻ ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഇത് അഴിച്ചത്. എന്നിട്ട് അല്ല അപ്പോഴേക്കും നെറ്റ് തീർന്നുപോയി. അപ്പൊ വീഡിയോ സ്റ്റക്കായി. അപ്പൊ ഞാനും സ്റ്റക്ക് ആവുമല്ലോ സ്വാഭാവികമായിട്ട്. എടാ എന്തിനാടാ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? 100 തവണ ഞാൻ പറഞ്ഞതല്ലേ അറിയാത്ത പണി ചെയ്യരുതെന്ന്. ഇങ്ങനെയാണ് ഞാൻ വേറെ പുറത്തുനിന്ന് ആൾക്കാരെ പണിക്ക് വെക്കൂട്ടോ. അങ്ങനെയാണ് എനിക്ക് പറയാനുണ്ട്. എന്ത് പറയാൻ? അത് പറടാ. ദാ, ദേ. ആ ആ. എന്താ ഈ വഴിക്ക്? ഇവിടെയാണല്ലേ? ആ വെറുതെ ഈ വഴി വന്നപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഇതാ ഇവിടെ എത്തിയപ്പെടാ ബ്രേക്ക് ലേശം ആണോ? പ്രശ്നമുള്ള ഇറങ്ങിക്ക്. പോലെ. പുതിയ വണ്ടിയല്ലേ? അതെ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങോട്ട് മാറിക്ക്. നോക്കട്ടെ. അല്ല എങ്ങനെയുണ്ട് പയ്യൻ? സുന്ദരനാ. ആഹാ, കാനഡക്കാരൻ. ആ നേഴ്സാ. ആണാ? കാനഡ എന്നൊക്കെ പറയുമ്പോ ലൈഫ് സേഫാ. ഒന്നും നോക്കണ്ട. എനിക്ക് ഈ നാട് തന്നെയാ ഇഷ്ടം. വെറുതെ അവിടെ പോയി -डिग्री തണുത്ത് വരയ്ക്കേണ്ട കാര്യമുണ്ടോ? മണ്ടത്തരം പറയല്ലേ. അവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നുമില്ലല്ലോ. അമ്മച്ചിയെ തനിച്ചാക്കി ഞാൻ അങ്ങ് പോകത്തില്ല. ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളൊന്നുമല്ല ഞാൻ. ജീവിച്ചു പോകാനൊക്കെ ഒരു ജോലിയുണ്ട്. ഈ നാട്ടിൽ തന്നെ അധ്വാനിച്ച് കുടുംബം നോക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കാനാണ് എനിക്കിഷ്ടം. ബ്രേക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ദേ ഇല്ല ഇല്ല. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. കേറിക്കോ. കല്യാണക്കാരി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ആലോചിക്കാം. ഹോസ്പിറ്റലിലേക്കാ? ശരിയെന്നാ. ശരി. ബോസ്, പാരമ്പര്യമായിട്ട് ബുള്ളറ്റ് മാത്രം നോക്കുന്ന ഒരു ബാച്ചിലർ ഫാമിലി ആണല്ലോ നമ്മുടെ. ബോസിന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്കൂട്ടി ആജീവനാന്തം നോക്കിക്കോട്ടാ. പോയി ചായ വെച്ചിട്ടോടാ. ഓല ഓല മതി. വെറുതെ അല്ലേ ഇയാൾക്ക് പെണ്ണ് കിട്ടാത്ത. എന്താടാ? ആ നേരെ ഈ മാസത്തെ ടൂറ് നാളെ തന്നെ പോണമെന്നാ രാജു പറയുന്നത്. അതും പാലക്കയം തട്ട്. എടാ ഇതിനൊക്കെ കുറച്ചെങ്കിലും പൈസ കൈ കാണണ്ടേടാ. ഓ എന്തിന്? എല്ലാ പ്രാവശ്യത്തെ പോലെ ഓസ് ചിലവ് മുഴുവൻ ആകുമ്പോൾ വഹിച്ചോളും. പിന്നെ വണ്ടിക്കും നമുക്ക് ഇന്ധനം അടിക്കാൻ എന്തെങ്കിലും കരുതണം. അത് ഞാൻ നോക്കിക്കോളാം, താൻ വന്നാൽ മതി. എന്നാലേ ഞാൻ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ, അവള് വിട്ടില്ലേലോ? ഭർത്താവിനോട് ചോദിക്കട്ടെ എന്ന് പറയടോ നേരെ. പെങ്കോന്തൻ. നീ പോടാ. എന്തോ ഒടിക്കില്ല ബോസേ, മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുവന്നേണ. നല്ല അടിപൊളി പൊട്ട സ്ഥലം. അല്ല നല്ല സ്ഥലം. തുടങ്ങി. ഈ തുണി ഒരു ദിവസം കത്തിച്ചളയണം. ഒന്ന് നിർത്തോ? എടാ ഇവനെ എനിക്ക് കിട്ടിയതെന്റെ ഭാഗ്യ. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് അവനെ. ഇവൻ എന്റെ പടക്കുതിരയാടാ. പടക്കുതിര മനുഷ്യന്റെ നടുവൊടിഞ്ഞ്. അല്ല പടക്കുതിര എന്ന് പറഞ്ഞപ്പോ രണ്ടുപേര് കഴുതപ്പുറത്തുണ്ടായില്ലേ? ശരിയാണല്ലോ. എടാ രാജുവേ, ഇത്രയും കയറിയതേ ഉള്ളൂ. മനുഷ്യന്റെ ഊപ്പാട് തീർന്നു. ഓസിയാണെന്ന് ഓർത്ത് വന്നതാ. ഇത്രയും ക്രൂരമായി പോകുമെന്ന് കരുതിയില്ല. എന്നെ തലവടാ ഇത്. ഇതിലും ഭേദം എവറസ്റ്റ് എന്റെ ക്രിയേഷൻ, എന്റെ ഇടപാട് തീർന്നു. നിങ്ങളുടെ വണ്ടി എവിടെ? ഇവിടെ താഴെ വെച്ചേക്ക. ഈ കയറുന്നത് എങ്ങനെ കയറാനാ? ഇതൊക്കെ ചത്തടാ.
അയ്യോ അതൊക്കെ ഇവൻ പറക്കല്ലായിരുന്നോ? കണ്ടീഷൻ വണ്ടിയാ അല്ലേ? അടിപൊളി. രാജു, ഞാൻ ഈ നാട്ടുകാരനായിട്ട് ഇത്രയും നല്ലൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടുന്ന് പോകാനേ തോന്നണല്ലോ മനോഹരേട്ടാ. ഇനി തോന്നിയാലും പോകാൻ പറ്റുമെന്ന് തോന്നില്ല. സമയം പാതിരായി. നമുക്കേ അടുത്ത ട്രിപ്പേ ഗുണ്ടൽപേട്ട് പിടിച്ചാലോ? ഗുണ്ടൽപേട്ടോ? ഗുണ്ടൽപേട്ട് എന്നൊക്കെ പറയാനുള്ള ആരും കൊണ്ടുപോടാ നിനക്ക്? മനോഹരേട്ടാ, അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവനുകൊണ്ട് എവറസ്റ്റ് വരെ കയറി കിടക്കും. എന്റെ ഈശ്വര, ഈ ലോധിയ പല ബുള്ളറ്റ് ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ട്. എന്റെ രാജ്യം, നിനക്ക് ഇത് എന്തൊരു പാട്ടാണ് ബുള്ളറ്റിനോട്? അതെ, പണ്ട് എൻ്റെ അപ്പൻ കാപ്പിമല പള്ളിപ്പെരുന്നാൾ വെച്ച് എനിക്കൊരു കുഞ്ഞു ബൈക്ക് വാങ്ങി തന്നു. അന്ന് തുടങ്ങിയതാ ബൈക്കിനോടുള്ള എൻ്റെ പ്രണയം. പിന്നീട് ഞാൻ ആദ്യമായിട്ടൊരു ബുള്ളറ്റ് കാണുന്നത് നമ്മുടെ പള്ളിയിലെ സേവിയർ അച്ഛൻ വാങ്ങിച്ചൊരു ബുള്ളറ്റാണ്. ഒരു ഇംഗ്ലണ്ട്, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് 64 മോഡൽ. പിന്നെ പള്ളി പോകുന്നത് തന്നെ ഈ ബുള്ളറ്റ് കാണാൻ വേണ്ടിയാ. അതിൻ്റെ ശബ്ദവും എടുപ്പും കരുത്തും ഒരു രാജകീയ ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛനതിൽ കയറി പോകുന്ന കാണാൻ. അന്ന് തീരുമാനിച്ച വലുതാവുമ്പോൾ അതുപോലെ ഒരെണ്ണം വാങ്ങണമെന്ന്. പിന്നെ ഇവൻ എൻ്റെ കൈ കിട്ടുമ്പോൾ കത്തിക്കരിഞ്ഞ് കിടക്കുമായിരുന്നു. ഞാനിവന് ജീവൻ കൊടുത്തു. പിന്നീട് എപ്പോഴൊക്കെയോ ഞാനിവനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇതിൽ കയറിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക കോൺഫിഡൻസാണ്. ഇതെൻ്റെ മാത്രമല്ല കേട്ടോ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ വികാരമാണ് ഈ കാണുന്ന ബുള്ളറ്റ്. ക്രിയേഷൻ പാതിരാത്രി പാലക്കയം തട്ടെന്താടാ പരിപാടി? വെള്ളടിക്കാൻ പോയതാകും സാറേ. അതെങ്ങനെ മനസ്സിലായി? നിന്നെയൊക്കെ കണ്ടാലറിയാം. വണ്ടി ഇപ്പൊ മംഗലാറ്റെത്തി കാണും. സാറേ, ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടതാ. എന്നിട്ടെന്താ പിടിക്കാതിരുന്നത്? അതല്ല സാർ, ദൂരത്തെത്തിയപ്പോഴാണ് കണ്ടത്. ആളെ കണ്ടാ തിരിച്ചറിയോ? ഇല്ല സാർ. ബുക്കും പേപ്പറും ഒക്കെ ഒറിജിനൽ വീട്ടിലുണ്ട്.
നമ്പറും ഡീറ്റെയിൽസും വെച്ച് ഒരു പരാതി എഴുതിക്കൊടു. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. എണീക്ക്. സാർ വണ്ടി ഇന്ന് തന്നെ കിട്ടിയിരിക്കുമല്ലേ? കള്ളം കൊണ്ടുവന്ന് വന്നാൽ ഇന്ന് തന്നെ കിട്ടും. വിളിച്ചോണ്ട് പോടോ. ആ വന്നേ. ഇത്ര കാലമായി സാർ ഇങ്ങനെ നടക്കുന്നത്. ശരിയാക്കാടോ, കിട്ടുമ്പോൾ വിളിക്കും. അവരെയും വണ്ടി പോയതാ. ഹലോ ബായ്. നിങ്ങളെ വണ്ടി പോയി അല്ലേ? ആ, എൻ്റെ വണ്ടി പോയിട്ട് 8 മാസമായി. ഏതാ വണ്ടി? സ്പ്ലെൻഡർ. എൻ്റെ ബുള്ളറ്റാ. SI അന്വേഷിക്കാന്ന് പറയുന്നുണ്ട്. എന്തന്വേഷണം? ഒരു കാര്യമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ നമ്പർ ഇതാ. എന്തെങ്കിലും വിവരം കിട്ടുമെന്നൊക്കെ ഞാൻ വിളിക്കാം. കള്ളന്മാർ വണ്ടികൾ മോഷ്ടിച്ച് മംഗലാപുരത്തുള്ള ഗുജറി ബസാർ കൊണ്ടുപോയി വിൽക്കും. മംഗലാപുരത്തോ? ആ, അവിടുന്ന് അവർ സെക്കൻഡ് വെച്ച് പൊളിച്ച് പീസാക്കും. പൊളിക്കാനോ? പിന്നല്ല, അതിന് മാത്രമായിട്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. പോലീസുകാർ പറഞ്ഞതാ.